ഭക്ഷണം കഴിക്കാതിരിക്കുക, എന്നിട്ട് ക്ഷീണിതനാവുക, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ബഹളം വയ്ക്കുക, അതൊക്കെയാണ് ഉദ്ദേശമെങ്കിലേ നടക്കില്ല. അല്ല സാർ, ഞാൻ പറഞ്ഞത് സത്യമോ? മുമ്പിലിരിക്കുന്ന ഭക്ഷണം കാണുമ്പോൾ എന്തോ ഇഷ്ടക്കേട് പോലെ. സത്യം പറഞ്ഞ നീയൊക്കെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നിന്നെയൊക്കെ പട്ടിണിക്കിടേ വേണ്ടത്. പക്ഷെ ജയിലിലെ നിയമം അങ്ങനെയല്ലല്ലോ. കൃത്യമായി ഭക്ഷണം കഴിച്ചോളണം, കേട്ടല്ലോ? ശരി സാർ. ഇവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. കഴിപ്പിക്കേണ്ട വിധമൊക്കെ എനിക്കറിയാം. എന്താ സർ, ഇനി എന്നെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പണത്തിന്റെ കാര്യത്തിൽ ഇനി നമ്മൾ തമ്മിൽ ഒരു സംസാരവുമില്ല. അത് ഞാൻ എന്നേക്കുമായി തീർത്തതാ. ഇപ്പൊ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? എന്തിനാടി മോളെ നീ മൂന്നാംകട ലോഡ്ജിൽ കിടന്ന് നീ നിന്റെ സമയം പാഴാക്കണേ? വാശിയും വൈരാഗ്യമൊക്കെ നല്ല തന്നെ. പക്ഷേ വാശിയും വൈരാഗ്യം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതൊരു ബാധ്യതയാവും. നിനക്ക് വേണ്ടി പണം കൊണ്ടുവന്നവനില്ലേ വിപിൻ, അവനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു. കോടിക്കണക്കിന് സ്വത്തുള്ള വീട്ടിലെ പയ്യനാണല്ലോടി അവൻ. പിന്നെന്തിനാ നിങ്ങൾ തമ്മിൽ അങ്ങ് അകന്നത്? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതൊക്കെ മനസ്സിൽ ഉത്തരമില്ലാത്തവരുടെ സ്ഥിരം വാചകമല്ലേ. ആ, അതവിടെ ഇരിക്കട്ടെ. എന്താ അവന്റെ പേര്? ആ, വിപിൻ. അവനിപ്പോ നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് ഒരു ജീവിതമാണ്. അത് നിനക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. സ്വീകരിക്കുകയാണെങ്കിൽ നീ നിന്റെ സിനിമാ മോഹങ്ങളൊന്നും മാറ്റിവെക്കേണ്ടി വരില്ല. സമ്പന്നനായ നിന്റെ ഭർത്താവിനോട് ആഗ്രഹങ്ങളൊന്നും അറിയിച്ചാൽ മതി. എനിക്ക് നിന്നെ ഉപദേശിച്ച് നന്നാക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പോഴത്തെ അവസ്ഥയില് നീ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് കരുതിയുള്ളൂ. പിന്നെ അവന് നിന്നോടൊപ്പം ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. മോളെ, ജീവിതത്തിൽ ഒരു പാടാ. പ്രളയം വന്നു എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ തോണിക്കാരന്റെ കൂടെ സ്ഥലം വിട്ടേക്കണം. കാത്തു നിൽക്കാൻ പാടില്ല.